السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ മറ്റു പ്രിയപ്പെട്ട മുതആലിം സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എസ്പെറൻസ എന്ന കലാസാഹിത്യ വേദിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നാം കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ കിട്ടിയിരിക്കുന്ന വിഷയം എന്നുള്ളത് പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് ദുർബല മനുഷ്യരാണ് എന്നതിനെ കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ ഏറ്റവും മൂല്യമുള്ളതാണ് പ്രകൃതി. ആ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നവരാണ് മനുഷ്യർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിയൻ നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പരാമർശിച്ച ആ ദുർബല മനുഷ്യർ, അവരുടെ കരങ്ങളാൽ ചെയ്യുന്ന ആ ദുർബല പ്രവർത്തനങ്ങൾ കാരണത്താൽ കരയിലൂടെയും കടലിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ അവർക്ക് നേരിടുന്നുണ്ട്. അത്തരത്തിൽ പ്രകൃതി മനുഷ്യരെ വിഴുങ്ങിയ സംഭവങ്ങൾ നമ്മൾ ചുറ്റുപാടിൽ നടക്കാറുണ്ട്. മനുഷ്യനെ നിസ്സഹായനാക്കുന്ന, പ്രകൃതിയുടെ കോപം മനുഷ്യനെ നിസ്സഹായനാക്കുന്ന സംഭവങ്ങൾ നാം നിരവധി തവണ കേട്ടിട്ടുണ്ട്. ഭൂകമ്പം, സുനാമി, പ്രളയം, ഉരുൾപൊട്ട്, ചുഴലിക്കാറ്റ് തുടങ്ങിയവയാണ് മനുഷ്യ ജീവിതത്തെ തകർന്ന് തറിപ്പടമാക്കുന്ന നിമിഷങ്ങൾ നമ്മെ നടുക്കാറുണ്ട്. ഈ ദുരന്തങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുരിത അനുഭവിക്കുന്നത് ദുർബല മനുഷ്യർ എന്നത് യാഥാർത്ഥ്യമാണ്. ആരാണ് ദുർബല മനുഷ്യർ? ദുർബല മനുഷ്യർ എന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, കുടിലുകളിൽ താമസിക്കുന്നവർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, കുട്ടികൾ, രോഗികൾ, വൃദ്ധർ, അഭയാർത്ഥികൾ തുടങ്ങിയവരെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വിഭാഗത്തിലുള്ളവർ പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ആവശ്യമായ സാമ്പത്തിക ശേഷിയും സാങ്കേതിക വിദ്യയും അവരോട് ഇല്ലാത്തതിനാൽ അവർ ഈ പ്രകൃതി ദുരന്തങ്ങളിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾക്ക് ശേഷം ദുർബല മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. അതിൽ പ്രധാനമാണ് ഭക്ഷ്യക്ഷാമം, രോഗവ്യാപനം, താമസ സൗകര്യങ്ങളുടെ നഷ്ടം. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു തെളിവാണ്. മഴ പെയ്യുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അതിന്റെ ഇടയിൽ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് പ്രളയം, ഉരുൾപൊട്ട്, മണ്ണിടിച്ചൽ മുൻതായവ. എന്തിനേറെ അറിയുന്നു, ഇതിന്റെ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ കേരളത്തിന്റെ വയനാടിന്റെ ദുരന്തം. പച്ചപ്പിന്റെയും സൗന്ദര്യത്തിന്റെയും നാടായിരുന്ന വയനാട് ഒരു നിമിഷം കൊണ്ട് ദുഃഖത്തിൻ്റെതായി മാറി. മനുഷ്യന്റെ മരങ്ങളുടെയും ശക്തി മനുഷ്യ ജീവിത അപഹരിച്ച് ഒരു ദൃശ്യം നാം കണ്ടു. നിരവധി കുടുംബങ്ങൾ തകർന്നു പോയി. എന്താണ് ഇവിടെ സംഭവിച്ചത്? പ്രകൃതിയുടെ കോപം ആയിരുന്നു ഇവിടെ കാരണം. അമിതമായ മഴ, വനനശീകരണം, മണ്ണൊലിപ്പ് തുടങ്ങിയ നിരവധി കാരണങ്ങളാണ് ഇതിന് ഇടയാക്കിയത്. മനുഷ്യന്റെ അഹങ്കാരം, പ്രകൃതിയോടുള്ള അനാദരവും ഇത്തരം ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ തടയാൻ നാം എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ്
ഈ ദുരന്തങ്ങൾ നമുക്ക് ഒരു പാഠമായിരിക്കണം. കാരണം പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ പ്രധാനമായ കടമയാണ്. വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറക്കുക, മണ്ണൊലിപ്പ് തടയുക പ്രവർത്തനങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്. ദുരന്തങ്ങൾ നേരിട്ടവരെ സഹായിക്കാൻ വേണ്ടി നാം സജ്ജരായി മുന്നോട്ട് പോകണം. അവരെ സഹായിക്കണം. അവർക്ക് എന്ത് ആവശ്യമാണോ വേണ്ടത് അത് നാം ചെയ്തു കൊടുക്കണം എന്നുള്ള ആശയം നിങ്ങൾ മുമ്പിൽ പങ്കുവെച്ച് കൊണ്ട് എൻ്റെ വാക്കിനെ ഞാൻ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശ്രുതി മധുര കലയുടെ ഭൗതിക കൂട്ട്